നമസ്കാരം. ഒരു സിനിമാ കഷ്ണം ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് പറയാം കേട്ടോ. നമ്മുടെ ഗോവിന്ദൻ മാഷ് ഒരു ഡയലോഗ് അടിച്ചേക്കണം. ഇത് 2024 കഴിഞ്ഞ് 2025 പ്രവേശിച്ച് നിൽക്കുന്ന ഒരു കാലമാണ് എന്ന് അറിയാതെയാണ്, എന്തോ അറിയാതെ അടിച്ചിട്ടാണോ എന്നറിയില്ല, അദ്ദേഹം ഡയലോഗ് അടിക്കുമ്പോൾ മോശമല്ലേ. നമുക്ക് സിനിമ പീസ് ഒന്ന് കാണാം, എന്നിട്ട് ഈ ലാപ്ടോപ്പിലോട്ടൊന്ന് ഫീഡ് ചെയ്തോളൂ. പണിയില്ലാപ്പട പെരുകും നാടിന് മോചനമില്ലെന്നറിയുക പണിയെത്തിക്കൂ കൈകളിലെല്ലാം എന്നിട്ടാകാം കമ്പ്യൂട്ടർ AI പ്രതിസന്ധി കൂടും, തൊഴിലില്ലായ്മ ഉയരും. MV ഗോവിന്ദൻ. ജസ്റ്റ് വാർത്ത വായിക്കേ. പിന്നെ മനോരമ വാർത്തയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരല്പം തല്ലു കൊടുത്തു തന്നെ അത് ചെയ്യും. തൃശൂർ നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായി രൂപപ്പെടുന്ന ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലെത്തുന്നതോടെ പ്രതിസന്ധികൾ കൂടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെട്ടു വരുവാൻ കാരണമാകുമെന്നും തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കൊള്ളാം, നല്ല ഐഡിയ ആണ്. മുമ്പ് നമ്മൾ ശ്രീനിവാസൻ നേരത്തെ വിളിച്ച മുദ്രാവാക്യം പോലെ പണിയില്ലാപ്പട പെരുകും നാടിന് മോചനമില്ലെന്നറിയുക നാം, പണി എത്തിക്കൂ കൈകളിലെല്ലാം എന്നിട്ടാകാം കമ്പ്യൂട്ടർ. പോട്ടെ, എന്തോ ആയിക്കോട്ടെ. അന്ന് ട്രാക്ടർ വന്നപ്പോൾ വലിയ ഒച്ചമ്പിളി നായിട്ടുണ്ടാക്കി നമുക്കറിയാലോ. ട്രാക്ടർ വന്ന സമയത്ത്, അന്ന് ആ ട്രാക്ടർ വന്ന സമയത്ത് ഒച്ചമ്പിളി ഉണ്ടാക്കിയ ആൾക്കാർ പിൻതലമുറക്കാരെവിടെ? അവരൊക്കെ മണ്ണടിഞ്ഞു പോയി. അവരുടെ പിൻതലമുറക്കാരാണല്ലോ ഇപ്പോൾ ഉള്ളത്. പാടത്തും പറമ്പിലും പണിയെടുക്കാൻ വേണ്ടി ബംഗാളികൾ ഇറക്കേണ്ട ഗതികളല്ലേ. ഇപ്പൊ ട്രാക്ടർ ഉണ്ടെങ്കിലും തികയുന്നില്ല, ഓടിയാൽ എത്തൂല. അതല്ലേ നിലവിലെ അവസ്ഥ. അതായത് എക്കാലവും ഈ കൈക്കോട്ടും തുമ്പായും ആയിട്ട് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ദുരന്തമാണ്. AI വന്നത് വലിയ പ്രശ്നമാണ് തരെ. ഇപ്പൊ എനിക്കൊരു വെബ്സൈറ്റ് ചെയ്യണം, എൻ്റെ വെബ്സൈറ്റ് ചെയ്യണമായിരുന്നു. അത് കമ്പനിയുടെ വെബ്സൈറ്റ് ചെയ്യാൻ ഏകദേശം 3.5-4 മാസമാണ് ചുരുങ്ങിയ സമയം എന്നോട് പറഞ്ഞത്. 4 മാസം ചുരുങ്ങിയതെടുക്കും. ഒരു ടെസ്റ്റ് പീരീഡ് എല്ലാം കൂടി ആകുമ്പോൾ ഒരു 5 മാസം നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് അതെനിക്ക് 1 മാസം കൂടി ആയിട്ടില്ല. 1 മാസത്തിനുള്ളിൽ അത് പണിയെല്ലാം തീർന്നിരിക്കാം. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞത് എൻ്റെ ചെലവ് കുറയ്ക്കല്ലേ. അല്ലാതെ ഈ 5 മാസത്തെ കാത്തിരിപ്പ് എത്ര ചെലവെൻ്റെ പോവും. എന്നെ പോലെയല്ലേ കേരളത്തിലുള്ള മറ്റുള്ളവർ. CPM ആൾക്കാരുടെ കാര്യം അതുപോലെ തന്നെയല്ലേ. അതായത് ഇത്രയും മാസങ്ങൾ കാത്തു നിൽക്കണം. ഈ കാത്തു നിൽക്കേണ്ട സ്ഥാനത്ത് വളരെ പെട്ടെന്ന് ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ പണി തീർത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സാമ്പത്തിക ലാഭമാണ്. അത് വിപണിയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇറക്കുമ്പോൾ അവർക്ക് മെച്ചമാണ്. മൊത്തത്തിൽ ഒരു സാമ്പത്തിക വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. കമ്പ്യൂട്ടർ വന്നതിന് ശേഷം ഇവിടെ സാമ്പത്തികം കൂടിയോ കുറഞ്ഞോ ചിന്തിച്ചാൽ മതിയല്ലോ. കൂടിയോ കുറഞ്ഞോ CPM ആൾക്കാർ പറയും, ഗോവിന്ദ മാഷിന്റെ അനുയായികൾ പറയും. കമ്പ്യൂട്ടർ വന്ന ശേഷം ഇവിടെ പണികൾ ടപ്പേന്ന് പോവുകയാണ് വളരെ പെട്ടെന്ന്. ഇപ്പോഴും എഴുതി കുത്തി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കയറിയിറങ്ങി നടക്കണം മനുഷ്യൻ. കമ്പ്യൂട്ടർ വന്നിട്ടും ഞങ്ങൾ എഴുതിയേ നടക്കുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ സബ് രജിസ്റ്റർ ഓഫീസിലുള്ള ആൾക്കാർ, അല്ല പഞ്ചായത്തിലെ രജിസ്ട്രേഷൻ ആൾക്കാരൊക്കെ. നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് പോയി കഴിഞ്ഞാലും അവർ ആപ്ലിക്കേഷനിൽ ഫോട്ടോയൊക്കെ ഒപ്പിച്ച് എഴുതി കൊണ്ടുവച്ച് അതും കൂടെ കൊണ്ടുവച്ചെന്ന് ഉണ്ടാക്കിയാലേ അവർ ചെയ്യുമെന്ന് പറയുന്ന പഴയ ആൾക്കാർ. അതിന്റെ ആവശ്യമില്ല, എല്ലാം അപ്ലൈ ചെയ്ത് പോയാൽ. ഏതായാലും ഗോവിന്ദ മാഷിന്റെ ഈ ഒരു ബാക്കി വാർത്തയും കൂടെ വായിക്കാം. AI ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? കുത്തക മുതലാളിത്തത്തിന്റെ ലാഭം, മികച്ച മൂല്യവിഹിതം വലിയ രീതിയിൽ കൂടും. അവർ തന്നെ പറയുന്നത് പോലെ 10-60% ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയാക്കുകയും ചെയ്യും. ഈ സാഹചര്യം ലോകത്ത് വളർന്നു വന്നാൽ ഈ ശാസ്ത്രത്തിന്റെ ഭാഗമായി രൂപം കൊള്ളുന്ന ഉൽപാദന ഉപാധികളെല്ലാം കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലായിരിക്കുന്നിടത്തോളം കാലം പ്രതിസന്ധി കൂടുകയാണ് ചെയ്യുക. MV ഗോവിന്ദൻ പറഞ്ഞു. എന്തൊരു മണ്ടത്തരമാണ്. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേരളം ഇനിയും പിന്നോട്ട് പോകണമെന്നാ പറയുന്നത്. ഒന്നും വേണ്ട. ഇവിടെ യൂട്യൂബ്, കമ്പ്യൂട്ടർ വേണ്ട എന്ന് പറഞ്ഞല്ലോ. യൂട്യൂബിലൂടെ മാത്രം കേരളത്തിൽ എത്ര പേരാ ജീവിക്കുന്നത്? കാശുണ്ടാക്കിയത്. ഇവിടുത്തെ സർക്കാർ ജോലിക്കാരേക്കാൾ ഏറെ എന്താ പറയുക, സർക്കാരിൽ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ആൾക്കാരേക്കാൾ ഏറെ സാലറി വാങ്ങുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഇല്ലേ ഇവിടെ? ഈ സർക്കാരിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതൊക്കെ ഒരു കമ്പ്യൂട്ടർ വന്നുകൊണ്ടല്ലേ, ഇന്റർനെറ്റ് വന്നുകൊണ്ടല്ലേ. ഇവിടെ ജിയോയെ എതിർക്കുന്നുണ്ട്. ജിയോ ഏറ്റവും അധികം എതിർക്കുന്നുണ്ട്. റിലയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയെ മുഴുവൻ ഊറ്റി കുടിക്കുന്നതാണ്. എന്നു മുതലാ അവര് ഒരു ജിയോ ഫോൺ കൊണ്ടുവന്നു. വലിയ തട്ടിപ്പായിരുന്നു. കാര്യം ശരി തന്നെ. കാര്യം സിമ്മ് ഉക്കൂല, കണക്ഷൻ വേണമെങ്കിൽ ഫോൺ എടുക്കണം. CDMA ആയിരുന്നു അവരുടെ പരിപാടി ആദ്യം. പിന്നെ അത് സിമ്മിലേക്ക് മാറി. സിമ്മ് വന്നപ്പോൾ മറ്റുള്ള ഫോണിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സിമ്മ് വന്നു. ആദ്യത്തെ അവർ മുതലെടുക്കൽ നടത്തി. പക്ഷെ എന്തോ ആയിക്കോട്ടെ,
കറങ്ങാതെ വീഡിയോ കാണാൻ പറ്റിയത് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് സാർവത്രികമായ ആൾക്കാർ ഉപയോഗിച്ചു തുടങ്ങിയത് അത് മുതലല്ലേ? അല്ലേ? എനിക്കൊക്കെ യൂട്യൂബ് തുടങ്ങിയ അന്ന് മുതൽ യൂട്യൂബ് അക്കൗണ്ട് ഉള്ളതാണ്. പക്ഷെ ഉപയോഗിച്ചിരുന്നില്ല. കാരണം BSNLന്റെ ഒരു മാങ്ങാണ്ടി പോലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു ഡോങ്കിള്, ഹുവായിന്റെ ഒരു ഡോങ്കിൾ. അത് ഇട്ട് കണ്ട് കറങ്ങി എന്നിട്ട് 6 MB ഉള്ള സാധനം, 6 MB ഉള്ള ഒരു ഫയൽ ഡൗൺലോഡ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു 2-2.5-3 മണിക്കൂർ ചുരുങ്ങിയതിരിക്കും ഡൗൺലോഡായി വരാൻ. 12 kbps ഒക്കെ ഡൗൺലോഡ് കിട്ടുന്നത്. അതായിരുന്നു സ്പീഡ്. എത്രയാണ്? 125 kbps ആണ് അതിന്റെ സ്പീഡ്. അതൊക്കെ നമ്മൾ സ്പീഡ്. ഇന്ന് 100 Mbps മേലെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ്. അപ്പോൾ ആ നിലയിൽ ഇന്ന് നമ്മൾ ചുറ്റുപാട് വളർന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉപയോഗം വളർന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട്, അതനുസരിച്ചുള്ള വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിത രീതി മാറുന്നുണ്ട്, ഇതെല്ലാം മാറുന്നുണ്ട്. ഇത് ഒരു കൈക്കോട്ട് എടുക്കണം, ഒരു തൂമ്പ എടുക്കണം, കിളച്ച് ആ നിലയിൽ പോയാൽ മതി. കാലാകാലവും കോരന്റെ പെരയിൽ കഞ്ഞിയും കുടിച്ചുകൊണ്ട് കുഴിയും കുത്തി കഞ്ഞി ഒഴിച്ച് ചമ്മന്തി അരച്ചിട്ട് ചവിട്ടി തൊഴിച്ച് കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു നയമാണ് ഈ പറയുന്നത്, അല്ലേ? CPM പറയുന്നത്. പക്ഷെ അവരുടെയൊക്കെ വീട്ടുകളിൽ ഇത് ലാപ്ടോപ്പ് ഇപ്പോഴും ഉണ്ട്. അതൊക്കെ നിർമ്മിത ബുദ്ധി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇത് ഏത് കാലം പണിയെടുക്കുന്ന? ഇത് കാലം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കാലം നിർമ്മിത ബുദ്ധിന്റെ അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. അതെല്ലാം ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതിലും മാനുഷികമായിട്ടുള്ള ഒരു കൈവെപ്പ് പിന്നീട് വേണം. 3, 4, 5, 6 മാസം സമയമെടുത്ത് ചെയ്യുന്ന വളരെ സാമ്പത്തിക ചെലവ് ഉണ്ടാകുന്ന കേസുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പണിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സാധാരണക്കാരായ ഓരോ വ്യക്തിക്കും, അതായത് എനിക്കും നിങ്ങൾക്കും വരെ AI മേഖലയിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് മേഖലയിലേക്ക്, കമ്പ്യൂട്ടറിന്റെ മേഖലയിലേക്ക്, ലോകത്തിന്റെ നിലവാരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുന്നു. മറ്റൊരു ഭീമമായ ചെലവാണ്. അത്രയധികം വലിയ ഒരു തുക കണ്ടെത്താൻ ഒരു സാധാരണക്കാരന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഉയർന്ന തലത്തിലേക്ക് ഒരു സാധാരണക്കാരൻ എത്തില്ല. അവൻ താഴെ കിടന്ന് കൈക്കോട്ട് പണി എടുത്തുകൊണ്ടോ വർക്ക്ഷോപ്പ് പണി എടുത്തുകൊണ്ടോ മോശമെന്നല്ല പറയുന്നത്. ആ പണി അതൊന്നും മോശമല്ലെന്ന് പറയുന്നത്. കാരണം എത്ര വലിയ വണ്ടി എടുത്തു കഴിഞ്ഞാലും താഴെ ഒരു മെക്കാനിക് ഇല്ലാന്നുണ്ടെങ്കിൽ ആ വണ്ടി അവിടെ കിടക്കും. കാര്യം ശരി. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാവരും ആ ലെവലിൽ തന്നെ കിടക്കണമെന്ന്. പ്രകൃതിയുടെ നിയമം എന്താ? പല തട്ടിലുള്ള ആൾക്കാരുണ്ടാവും. നല്ല ഹൈ എന്താ പറയാ റേഞ്ചിൽ ജീവിക്കുന്നവരുണ്ടാകും, സാധാരണക്കാരുണ്ടാകും, കുറെ പട്ടിണി പാവങ്ങളുണ്ടാവും. അത് ഒരു നിയമമാണ്. പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്. അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. ഈ മണി മാനേജ് ചെയ്യാൻ കഴിയാത്ത കുറച്ചു പേർ, അവർ എത്ര കോടി കിട്ടിക്കഴിഞ്ഞാലും അവർ ആ ദരിദ്രാവസ്ഥ തന്നെ കിടക്കും. ഇപ്പൊ ഇന്ന് പട്ടിണി കിടക്കുന്ന ഒരു വിഭാഗം, അവർ 1 കോടി രൂപ വരെ ബാങ്കിൽ നിക്ഷേപിച്ച് നോക്ക്. ഒരു 2-3 മാസം കഴിഞ്ഞ്, വേണ്ട 1 കൊല്ലം കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പഴയതിലും ദരിദ്രമായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് കാണാൻ പറ്റും. മണി മാനേജ്മെന്റ് അവർക്കില്ല, കഴിയില്ല. അപ്പോൾ അത് കഴിയുന്ന ആൾക്കാർ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഓരോരുത്തർക്കുമുള്ള അറിവാണ്. പക്ഷെ ഇത് ക്രമാനുഗതമായി വളർന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലത്തിനൊപ്പം പോകണം. കാലത്തിനൊപ്പം പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നോട്ടടിക്കുന്ന വർത്താനം പറഞ്ഞിട്ട് മൂലക്കിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ഇന്റർനെറ്റിലും കമ്പ്യൂട്ടറിലും ഈ ആധുനിക യുഗത്തിൽ മറ്റുള്ളവർക്കൊപ്പം ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ കമ്പ്യൂട്ടറിനെ പിന്തുണച്ചതുകൊണ്ടല്ലേ, ഇന്റർനെറ്റിനെ പിന്തുണച്ചതുകൊണ്ടല്ലേ. ഇപ്പൊ സ്പീഡ് പോരാന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ സമയത്താണ് പറയുന്നത് കൂടുതൽ സ്പീഡ് 6ഉം 7ഉം 1 വർഷം കൊണ്ട് എടുക്കേണ്ട പണികൾ മണിക്കൂറുകൾ കൊണ്ട് ചെയ്തു തരുന്ന AI സാങ്കേതിക വിദ്യ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ സാമൂഹിക ജീവിത രീതികളെല്ലാം വളരെ വേഗത്തിൽ ത്വരിതഗതിയിൽ വളർത്തി ലോകത്തിന്റെ എൻഡിലേക്ക്, മാക്സിമം ഇതിലേക്ക്, എക്സ്പ്രഷനിലേക്ക് എത്തിക്കും എന്നറിയാവുന്ന ഇവർ തന്നെയാണ് അതിനെ തടയിടാൻ നോക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.